ഞാൻ വീട്ടിലേക്ക് 2 സൗണ്ട് ബാർ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം സെയിം സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് രണ്ടിനും വന്നിരിക്കുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മുടെ സെബ്രോണിക്സിന്റെ ഈ സ്പീക്കർ കണക്ട് ആവാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആണ്. വേറെ ഒന്നല്ല, ഞാൻ വീട്ടിലേക്ക് 2 സൗണ്ട് ബാർ വാങ്ങിയിട്ടുണ്ട്. ഒന്നല്ല 2 വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ രണ്ടിൽ ഏതാന്ന് നല്ലതെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മറ്റേത് തന്നെ ഞാൻ തിരിച്ചയക്കും. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ നിങ്ങൾ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് എന്ത് പ്രൊഡക്റ്റ് കാണുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ ഏത് വാങ്ങിച്ചേക്കണത്. ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ട്. ഈ 2 ഏതാണ് നല്ലത് നോക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഈ 2 നമ്മൾ ആ ഫസ്റ്റ് വാങ്ങിച്ചേക്കുന്നത് ഗോവ സൗണ്ട് ബാർ ഗോസ് അറൗണ്ട് 990 എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലാണ്. ഇതിൽ 525 വാട്ടാണ് ഇത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സെബ്രോണിക്സിൻ്റെ ജൂക്ക് ബാർ 9500 WS പ്രോ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൗണ്ട് ബാർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. സോ ഇതിൻ്റെ ഏകദേശം രണ്ടും സെയിം ആണ്, മനസ്സിലായ? അതുകൊണ്ടാണ് ഞാൻ 2 ഓർഡർ ചെയ്തത്. 13,990 ഇതും ഇതിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏകദേശം സെയിം സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് രണ്ടിനും വന്നിരിക്കുന്നത്. 525 വാട്ട് തന്നെയാണ് ഈ ഒരു സൗണ്ട് ബാറിനും, അതുപോലെ ഈ ഒരു സൗണ്ട് ബാറിനും 525 വാട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു ഹോം തിയേറ്ററിൽ ഇരിക്കണ ഫീലാണ് ഇത് 2 തരാം. ഇത് രണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് നമ്മുടെ ഗോവോൻ്റെ ഒന്ന് തുറന്ന് നോക്കാം, അൺബോക്സ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മൾ സെബ്രോണിക്സിൻ്റെ അൺബോക്സ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഈ 2 സൗണ്ട് ബാർസിലും 5.1 ആണ്. ഇതിൽ ഞാൻ കാണിച്ചിട്ട് 5.1 ആണ് ഇതിൻ്റെ ഡോൾബി ഓഡിയോ സൗണ്ട് ബാർ വന്നിരിക്കുന്നത്. രണ്ടിനും 5.1 ആണ് ഇതിൻ്റെ സറൗണ്ട് സൗണ്ട് വന്നിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ഏത് വാങ്ങണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ 2 സൗണ്ട് ബാർസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗോവോൻ്റെ സൗണ്ട് ബാറാണ്. സെബ്രോണിക്സിൻ്റെ. സോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഗോവ നോക്കി നോക്കാം. അതിനും വലിച്ചു കിട്ടണില്ല, നമുക്ക് അൺബോക്സ് ചെയ്യാം. സോ വാവ് ഗൈസ്, അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ ഗൈസ് ഇരിക്കണം നമ്മുടെ സൗണ്ട് ബാർ എന്ന് പറയുന്നത്. സോ ഇത് പുറത്തേക്ക് എടുക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ പണി. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ഒരു വലിയ നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. സോ നമുക്കത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരുന്നത് നോക്കാം. കുറേ പെട്ടികളൊക്കെ ഉണ്ട്. ഷൂർ ഐഡിയയിലില്ല. ഇതൊക്കെ നമുക്കൊന്ന് എടുക്കണം പുറത്തേക്ക്. ഗൈസ്, അപ്പോൾ നമ്മൾ ഓരോ പെട്ടിയും പുറത്തേക്ക് എടുത്താണ്. അപ്പോൾ ഈ 2 സൈഡിൽ വെച്ചാൽ പെട്ടി ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചേക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആക്സസറീസ് ഉള്ളത് ഉൾഭാഗത്താണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗോവോൻ്റെ ആക്സസറീസ് ഉണ്ട്. 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. സോ അത് ഇവിടേക്ക് മാറ്റാം. അതിന് ശേഷം നമുക്ക് വന്നിക്കുന്നത് ഇതേപോലത്തെ ഇത് വന്നിട്ടുണ്ട്. സബ്ബൂഫർ വന്നിട്ടുണ്ട്. അത് ഉടയ്ക്കാം. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ ഈ പെട്ടിയിൽ, ഇതിലൊന്നുമില്ല. സോ ഇതാണ് നമ്മുടെ പെട്ടിയിൽ വന്നിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത്. ഇവിടെ ഈ പെട്ടി നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കിങ് കോങ്ങിൻ്റെ പടകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൗണ്ട് ബാർ ജസ്റ്റ് നോക്കാം. എൻ്റെ മോനെ സീന് കുറേ സംഭവമുണ്ട്. അപ്പോൾ ഈ ഒരു ബാർമി നോക്കുകയാണെങ്കിൽ ഇവിടെ ഗോവ എന്ന് എഴുതി കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഡോൾബി ഓഡിയോ എന്നൊക്കെ കൊടുത്തിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സാണ്. സോ ജസ്റ്റ് ഒന്ന് തുറക്കാം. ഗൈസ്, അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് കേബിൾസും കാര്യങ്ങളും അഡാപ്റ്റേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവലും കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 സ്പീക്കേഴ്സ് ഒരെണ്ണോട് വന്നിട്ടുണ്ട്. അടുത്ത ഒരു സ്പീക്കറും വന്നിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ആ ഒരു പെട്ടിയിൽ വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ. നമുക്കൊരു വലിയൊരു ബാർ വന്നിട്ടുണ്ട്. അതുപോലെ സബ്ബൂഫർ വന്നിട്ടുണ്ട്. 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു റിമോട്ട് കൺട്രോൾ വന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ നമുക്കൊരു യൂസർ മാനുവലും പിന്നെ അതുപോലെ തന്നെ വാറണ്ടി കാർഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കേബിൾസ് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. സോ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡിസൈനാണ്. വേറെ അടിപൊളി സാധനമാണ്, കണ്ടില്ലേ? ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. ഐറ്റത്തിൻ്റെ ആണെങ്കിലും ഡിസൈൻസ് ഒക്കെ വേറെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഗോവൻ്റെ സൈഡിൽ കുറച്ച് സ്വിച്ചും കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്പീക്കേഴ്സിൽ നമ്മുടെ ഒരു 3 ഈക്വലൈസ് മോഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ന്യൂസ് കേൾക്കാനാണെങ്കിലും നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനാണെങ്കിലും സിനിമ കാണാനാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഈ സ്പീക്കേഴ്സ് എല്ലാം വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് കളർ വീടാണെങ്കിലും ഇത് നല്ല സ്യൂട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഞാനിത് നമ്മുടെ ടി വി ആയിട്ട് കണ്ടിട്ടേക്കാണ്. ഇപ്പോൾ ടി വിയിൽ ഇത് ബ്ലൂടൂത്ത് വഴിയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇത് കണക്ഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ HDMI അല്ലെങ്കിൽ ARC കേബിൾ വെച്ചിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ അപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഇതേപോലത്തെ 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഇതും ഈ ഒരു സ്പീക്കറും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ ചെയ്യാനായിട്ട് ഒരു അഡാപ്റ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് കണക്ഷൻസ് കൊടുക്കാനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്ക് USB കൊടുക്കാം, ഓക്സി കേബിൾ കൊടുക്കാം. അതൊക്കെ നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഇതേപോലത്തെ ഒരു ഓക്സി കേബിൾ കിട്ടുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ സബ്ബൂഫർ കാര്യങ്ങൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെയല്ല സെറ്റപ്പ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റം നമുക്ക് വേറെ ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കണം. ഓക്കെ, ഇതും ഇതിപ്പോൾ 2 സൈഡിൽ കിട്ടുമ്പോഴാണ് നമുക്ക് ആ 5.1 ഡോൾബിയുടെ ഒരു രസം കിട്ടുള്ളൂ, ഫീൽ കിട്ടുള്ളൂ. ഇത് ബ്ലൂടൂത്ത് വെർഷൻ വന്നിരിക്കുന്നത് 5.3 ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റാണ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഈ സബ്ബൂഫർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ്
കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി. അപ്പോൾ ഈ ഒരു ബ്ലൂ ലൈറ്റ് ഇങ്ങനെ മിന്നാണ്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഈ ഒരു സൗണ്ട് ബാറായിട്ട് കണക്ട് ആവും. അപ്പോൾ അത്ര ഉള്ളൂ എൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, സിമ്പിളാണ് ചെയ്യാനായിട്ട്. പിന്നെ യൂസർ മാനുവൽ കാര്യങ്ങൾ നോക്കിയാൽ മതി, അതിൽ കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിമോട്ട് കൺട്രോളാണ്. സോ ഈ റിമോട്ട് കൺട്രോളിൽ ഞാൻ കാണിച്ചു തരാം. ഈ കുറേ ഓപ്ഷൻസും കാര്യം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ബാസ് കൂട്ടാനും ബാസ് കുറയ്ക്കാനും വോളിയം കൂട്ടാനും പിന്നെ നെക്സ്റ്റും ചെയ്യാനൊക്കെ പറ്റും. പിന്നെ പവർ ഓഫ് ചെയ്യണമെങ്കിൽ പവർ ഓഫ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇവിടെ LED ഉണ്ട്, ഈ LED കാണിക്കും ഓണാക്കാം. നമ്മുടെ സബ് വൂഫറും നമ്മുടെ സാറ്റലൈറ്റ് സ്പീക്കേഴ്സും അതേപോലെ സബ് വൂഫറൊക്കെ വന്ന് നിൽക്കുന്നത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് വഴിയാണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ക്ലിയർ നോയ്സും അതേപോലെ തന്നെ എക്കോ ഫ്രീ സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇതിൽ നമ്മുടെ ഈ സ്പീക്കേഴ്സിൻ്റെ ഒരു വയർ വന്നിട്ടുണ്ട്. സോ ഈ വയർ ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് എവിടെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സബ് വൂഫറിൻ്റെ ഈ കാണുന്ന ബാക്ക് സൈഡിലാണ് ഈ 2 സ്പീക്കേഴ്സിൻ്റെയും ഇത് കൊടുത്തേക്കുന്നത്, ഇൻപുട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഇത് കൊടുത്തേക്കുന്നത് നമ്മുടെ സംഭവം നമ്മൾ കണക്ഷൻ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഇവിടേക്കാണ് കൊടുത്തേക്കുന്നത്. സോ ഈ ഒരു സബ് വൂഫറും അതേപോലെ തന്നെ ഈ കാണുന്ന ബാറിൻ്റെയും കണക്ഷൻ കൊടുത്തേക്കുന്നത് ഈ കാണുന്ന എക്സ്റ്റൻഷനിലാണ്. നേരത്തെ പറഞ്ഞായിരുന്നു ഇതിന് കണക്ടിവിറ്റി വന്നിരിക്കുന്നത് ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ്. അത് മാത്രമല്ല നമുക്ക് HDMI വഴി പിന്നെ ഓക്സികൾ വഴിയൊക്കെ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് വഴി നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു റിമോട്ട് വെച്ചിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണോ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ കാണിക്കും. സോ ഇതിപ്പോൾ ARC മോഡ്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് BT എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് മോഡാണ്. അത് ബ്ലൂടൂത്ത് മോഡ് ഇപ്പോൾ നമുക്ക് TV ആയിട്ടും ഇതിപ്പോൾ TV ഇപ്പോൾ ഇവിടെ കണക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ആയിട്ട് TV കണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഫോണിലാണ് കണക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ബ്ലൂടൂത്ത് അമർത്തി പിടിക്കുക, അതിലിവിടെ കോസ് അറൗണ്ട് 990 എന്ന് കാണിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ കണക്റ്റ് ആവും. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഇത് വന്നിട്ടുണ്ട് നമ്മുടെ ഡോൾബി ഓഡിയോ 5.1 എന്ന് പറഞ്ഞൊരു ഇതൊന്നും വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിനകത്ത് ഒരു കുഞ്ഞ് തിയേറ്റർ ഉണ്ടാക്കിയപ്പോൾ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. ഞാനത് കേട്ട് നോക്കി, ഞാനിതിൽ നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ ഒക്കെ വീഡിയോസ് ജസ്റ്റ് കണ്ടു നോക്കി. വേറെ ലെവലായിട്ടാണ്, ഞാൻ നിങ്ങൾക്ക് കൂടി കാണിപ്പിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ടോട്ടൽ വന്നിട്ടുണ്ട് 525 വാട്ടിൻ്റെ സൗണ്ട്സാണ് ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. ഈ ഒരു 5 സ്പീക്കേഴ്സ് ടോട്ടലായിട്ട് നമുക്ക് 525 വാട്ടിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു 3D സൗണ്ട് എഫക്ട്സ് കിട്ടും. നമുക്ക് ചുറ്റും ഇങ്ങനെ നമ്മുടെ ആൾക്കാർ നടക്കുന്ന പോലെയൊക്കെയുള്ള സൗണ്ട് എഫക്ട്സ് കിട്ടും. സോ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് മൂവീസും കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഒരു സൗണ്ട് ബാർസിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈക്വലൈസ് മോഡ്സ് വരുന്നുണ്ട്, ഒരു 3 ഈക്വലൈസ് മോഡ്സ്. അത് ഉപകാരം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ഇരുന്നൊരു സിനിമ ആണെങ്കിൽ തിയേറ്ററിൽ ഇരുന്ന സിനിമ കാണുന്ന പോലെ നമുക്ക് എഫക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊരു മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ നമ്മളൊരു വലിയൊരു DJ പാർട്ടിയിൽ ഇങ്ങനെ ഒരു മ്യൂസിക് കേൾക്കുക, അതേപോലെ ആ ഒരു ഫീൽ കിട്ടും. നിങ്ങളൊരു ന്യൂസ് കേൾക്കുകയാണെങ്കിൽ ന്യൂസിൻ്റെ ഫീൽ എന്താണോ അത് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഡോൾബി ഓഡിയോ 5.1ൻ്റെ സറൗണ്ട് സൗണ്ടാണ് നമുക്കിതിൽ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനിത് വെച്ചിട്ട് ഒരുപാട് സിനിമയും അതേപോലെ തന്നെ ഈ കാണുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു. വേറെ ലെവലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. 14,000 രൂപയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ, പക്ഷേ ഈ 14,000 നമുക്ക് ജസ്റ്റ് 14,000 രൂപ ഉള്ളൂ എന്ന് നമ്മൾ തോന്നും. അതുപോലത്തെ നമ്മൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സബ് വൂഫറും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കണതിൻ്റെ ആ ഒരു റേഞ്ചാണ് ഈ ജസ്റ്റ് ഈ 14 രൂപയ്ക്ക് ഈ സാധനം എന്താ വാങ്ങിയാൽ കിട്ടുക. ഒരു വേറെ ലെവലായിട്ടും ഈ ഗോവാൻ്റെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ സെബ്രോണിക്സിൻ്റെ ടെസ്റ്റ് ചെയ്യണോ ബാക്കിയുണ്ട്. എനിക്കിത് ഇതിനെന്തായാലും നല്ലൊരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ഈ സബ് വൂഫർ വന്നിക്കുന്നത് 6.5 ഇഞ്ചസിൻ്റെ ഒരു സബ് വൂഫറാണ് വന്നിക്കുന്നത്. അതും DSP ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു സംഭവം വെച്ചിട്ടാണ് വന്നിക്കുന്നത്. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസർ ടെക്നോളജി എന്നാണ് അതിൻ്റെ ഒരു പേര്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നോർമൽ സ്പീക്കേഴ്സിന് കിട്ടുന്ന ആ ഒരു മുഴക്കല്ല കിട്ടുന്നത്, ഒരു മെഗാ സൗണ്ട് തന്നെയായിരിക്കും നമുക്ക് ഇത് വെച്ച് കിട്ടുന്നത്. ഈ ഒരു റിമോട്ട് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഈ സബ് വൂഫറിൻ്റെ അടുത്തിരിക്കണമെന്നില്ല, നമുക്ക് ദൂരെ ഇരുന്നാലും വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സ്പീക്കേഴ്സിൽ ഡൈനാമിക് സൗണ്ടും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വേറെ ലെവൽ ടൈപ്പ് സൗണ്ട് എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടുക. നമ്മൾ യൂട്യൂബ് കാണുകയാണെങ്കിലും ആമസോൺ പ്രൈം കാണുകയാണെങ്കിലും അതുപോലെ നെറ്റ്ഫ്ലിക്സ് കാണുകയാണെങ്കിലും എന്ത് കാണുകയാണെങ്കിലും എന്ത് OTT പ്ലാറ്റ്ഫോം ആണെങ്കിലും ഏത് വീഡിയോസൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ച് കിട്ടുന്നതായിരിക്കും. സോ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കുറച്ച് സൗണ്ട് കാര്യം കാണിച്ചു തരാം. ഇതിൽ നിന്ന് എത്രത്തോളം ഇപ്പം എൻ്റെ ക്യാമറ വഴി ഇത് കിട്ടുന്ന എനിക്കറിയില്ല, പക്ഷേ അത് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് വേറെ ലെവലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഞാൻ നമ്മുടെ TV കണ്ടിട്ടുണ്ട്. സോ ഈ കാണുന്ന വിഷ്വല് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. അവിടെ ബാസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിലാണ് ബാസ് കൂട്ടേണ്ടത്. 2 സ്പീക്കേഴ്സ് ഞാൻ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. സോ ഞാനിവിടെ ഇരിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ആ സൗണ്ട് ഇങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾക്കിത് എത്രത്തോളം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ആ ഡിനോസറൊക്കെ നമ്മുടെ ബാക്കിൽ കൂടെ ഈ സൈഡിൽ കൂടെ ഒക്കെ പോണ സൗണ്ടാണ് കിട്ടുന്നത്. ആ നടക്കണ സൗണ്ടൊക്കെ ഉണ്ടല്ലോ.
ഗൈസ് ഒരു രക്ഷയില്ല, കിടില. മൂവീസിലൊക്കെ അങ്ങനെ ഉള്ള പോലെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ ഒരു നടത്തങ്ങളും ആ വെള്ളം വീഴുന്നതും ആ സൗണ്ടൊക്കെ ഈ രണ്ടെണ്ണത്തിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഞാൻ കാണിച്ചിരുന്ന കാര്യത്തിന്റെ സൗണ്ടൊക്കെ ജസ്റ്റ് ഈ ക്യാമറ വഴി കിട്ടുന്നതാണ്. അപ്പോൾ അത് ശരിക്കും എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഇത് നിങ്ങൾ വീട്ടിൽ ഒന്ന് വാങ്ങിച്ചു നോക്ക്, വേറെ ലെവലായിട്ടാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടിരുന്ന സൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗോവോൻ്റെയാണ്. ഇപ്പോൾ സൗണ്ട് ബാസ് ഗോസ് അറൗണ്ട് 990 എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിന്റെ സൗണ്ടാണ് ഇത്ര നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. 525 വാട്ടും അതേപോലെ തന്നെ 5.1 ഡോൾബി സൗണ്ട് ബാർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ അതുപോലെ തന്നെ 5.3 ബ്ലൂടൂത്ത് വെർഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ ഇത്ര നേരം കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ സെബ്രോണിക്സിന്റെ ജൂക്ക് ബാർ 9500WS എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലിലാണ്. ഇതിനോട് കാണിച്ചു തന്നിട്ട് ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള സൗണ്ടും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവോൻ്റെ സൗണ്ട് ബാർ ഞാൻ ഒരു അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. സോ നമുക്കിനി നമ്മുടെ സെബ്രോണിക്സിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ട് നോക്കി നോക്കാം. നമ്മുടെ സെബ്രോണിക്സിൻ്റെ ജൂക്ക് ബാർ 9500WS പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് ഇത് ഈ ഒരു മോഡലും നമ്മുടെ ഈ ഗോവോൻ്റെ മോഡലും രണ്ട് സെയിം റേറ്റ് ആണ് വന്നിരിക്കുന്നത്. 13,999 രൂപയാണ് രണ്ടിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഏകദേശം സെയിം ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മോഡൽ ഇട്ടിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, ഏത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇത് ഏത് വാങ്ങണം എന്നുള്ളത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ പൊളിച്ചപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, സെബ്രോണിക്സ്. ഓക്കെ, ഇത് കുറച്ച് ഇത് വേറെ ടൈപ്പ് മോഡൽ. എനിക്ക് ആ ഒരു പാക്കേജിങ്ങാണ് കുറച്ച് ഇഷ്ടപ്പെട്ടത്. ഇത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പാക്കേജിങ് കാര്യം വന്നിരിക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായ ഒരു പാക്കേജിംഗ് ആണ്. സോ ഇത് ഇവിടെ നിന്ന് നമുക്ക് പൊളിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ അപ്പോൾ നമ്മുടെ ഐറ്റംസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഐറ്റംസ് ഒക്കെ വരണത് കേട്ടോ. ഓക്കെ, ഇതൊക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ സെബ്രോണിക്സിൻ്റെ ജൂക്ക് ബാർ നമ്മൾ പുറത്തേക്ക് എടുത്തതാണ്. ഇതിൽ വന്നിരിക്കണത് ഇതേപോലെ തന്നെ ഒരു വലിയ സൗണ്ട് ബാർ വന്നിട്ടുണ്ട്, ഒരു സബ് വൂഫർ വന്നിട്ടുണ്ട്, പിന്നെ രണ്ട് ചെറിയ സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ക്ലാമ്പ് പോലത്തെ രണ്ടെണ്ണം പിടിപ്പിക്കാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടും കുറച്ച് കേബിൾസ് ആയിട്ട് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഡിസൈനേക്കാളും കുറച്ചും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഗോവോൻ്റെ ഡിസൈനാണ്. ഇതിൻ്റെ സെബ്രോണിക്സിൻ്റെ ഈ ഒരു ഡിസൈൻ കുറച്ചും കൂടിയും ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ളൊരു സംഭവമാണ് വന്നിരിക്കുന്നത്. ആ സാധനത്തിൽ നമ്മുടെ ഗോവോൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ടോ കുറച്ചും കൂടിയും ഒരു ബോക്സി ടൈപ്പാണ്. എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഗൈസ്മെൻ്റെ നമ്മുടെ സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് നമ്മുടെ ഗോവോൻ്റെ കുറച്ചും കൂടി ഒരു ബോക്സി ആയിട്ട് നല്ല സുഖമുണ്ട്. ഇങ്ങനെ അടിയിൽ ബേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ സാധനത്തിൽ നമ്മുടെ സെബ്രോണിക്സിന് വന്നിരിക്കുന്നത് ഒരു ഓവൽ പോലത്തെ ഒരു ഷേപ്പാണ് വന്നിരിക്കുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഗോവോൻ്റെ തന്നെയാണ്. എനിക്ക് കുറച്ചുകൂടി ഈ ഡിസൈൻ ബസ് ഇഷ്ടപ്പെട്ടത്. ഡിസൈൻ കാര്യം പറയുകയാണെങ്കിൽ അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗോവ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സെബ്രോണിക് ആയിരിക്കും, പറയാൻ പറ്റില്ല. അതൊക്കെ പേഴ്സണൽ ഇഷ്ടങ്ങളായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതിനേക്കാൾ കുറച്ചും കൂടിയും ലുക്കും കാര്യങ്ങളും ഒരു ഫ്യൂച്ചറിസ്റ്റിക് മോഡലാണ് നമ്മുടെ ഗോവ എന്ന് പറയുന്നത്. സെബ്രോണിക്സിൻ്റെ ഈ ഇതിനെ കുറച്ച് ഒരു സ്ലീക്ക് ഫീലാണ് കിട്ടുന്നത്. സെബ്രോണിക്സിൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് പറയാൻ വന്നത് ഇത് നമുക്ക് കണക്റ്റേഴ്സ് വന്നിട്ടുണ്ട്, അതേപോലെ സ്ക്രൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഗോവയിലാണെങ്കിൽ ആ ഒരു ഐറ്റംസ് ഒന്നും വന്നിട്ടില്ല. ഇത് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എൻ്റെ സ്പീക്കേഴ്സ് നമുക്ക് നമ്മുടെ വാളുമ്പോൾ മൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന്മേ നമ്മുടെ സെബ്രോണിക്സിലാണ് സ്ക്രൂവും കാര്യങ്ങളും കുറച്ച് വന്നിരിക്കുന്നത്. സെബ്രോണിക്സിൻ്റെ നമുക്കൊരു HDMI ARC കേബിൾ കിട്ടുന്നുണ്ട്. ഇതെന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് TV കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ബ്ലൂടൂത്തിലാണ്. അപ്പോൾ ഞാൻ ഫോണായിട്ട് നമ്മുടെ സെബ്രോണിക്സിൻ്റെ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റിമോട്ടിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. 16.5 സെന്റിമീറ്ററിൻ്റെ ഒരു സബ് വൂഫറും കാര്യങ്ങളും വരുന്നുണ്ട്. സെബ്രോണിക്സിന് ഡെഡിക്കേറ്റഡ് ആയ 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെബ്രോണിക്സിൻ്റെ ഈ സ്പീക്കർ കണക്ട് ആവാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. ഇതിൽ വെറും 5.0 ആണ് ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ വെർഷൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഗോവോൻ്റെ ആണെങ്കിൽ 5.3 വരുന്നുണ്ട്. ഭയങ്കര ഫാസ്റ്റാണ് ഗോവോൻ്റെ കണക്ടിവിറ്റി. ഇത് കണ്ടില്ലേ, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2 സ്പീക്കേഴ്സിനും നമുക്ക് ഇങ്ങനെ LED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി നോക്കാനാണെങ്കിൽ നമുക്ക് രണ്ട് സ്പീക്കറിലും HDMI കേബിളും ഓക്സിജൻ കേബിളും അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ബ്ലൂടൂത്തിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗോവയിൽ 5.3 വരുന്നുണ്ട്, ഇതിൽ 5.0 മാത്രമേ വരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഗോവോൻ്റെ ഇതിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെയാണ്. ആ സ്ഥാനത്ത് നമ്മുടെ സെബ്രോണിക്സിൻ്റെ ഇതിൽ വരുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പ് ആയിട്ടുള്ള സൗണ്ട് കുറച്ചും കൂടുതലാണ്, ബാസ് ബൂസ്റ്റിംഗ് കുറച്ച് കൂടുതലാണ്. എന്തായാലും രണ്ടിൻ്റെയും ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഇത് കാണിച്ചു തരാം. സോ കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാവും.
പറഞ്ഞ പോലെ നമ്മുടെ രണ്ടിൻ്റെയും ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏതാ നല്ലതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് അടിക്കാം. സോ എനിക്ക് നന്നായി തോന്നിയത് ഗോവൻ്റെ ഗോസ് അറൗണ്ട് 990 ആണ് എനിക്ക് കുറച്ചുകൂടി ബെറ്ററായി തോന്നിയത്. എന്താ പറയുക, പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണെങ്കിലും കുറച്ച് മോഡേൺ ലുക്ക് ആണെങ്കിലും എനിക്ക് ഗോവൻ്റെയാണ് കുറച്ചും കൂടി നല്ലത് തോന്നിയത്. ഇത് നമ്മുടെ സെബ്രോണിക്സിൻ്റെ ജുഗ്ബാർ 9500 WS Pro എന്ന് പറഞ്ഞ മോഡലാണെങ്കിൽ കുറച്ചും കൂടി ലൗഡാണ് നോയ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ കണക്ടിവിറ്റി ഭയങ്കര ഒരു ഷോക്കാണ്. ഷോക്ക് എന്ന് പറഞ്ഞില്ലേ, എൻ്റെ കണക്ട് ആയിട്ടില്ല പെട്ടെന്ന്. നമ്മുടെ ഫോണിൽ പെട്ടെന്ന് കണക്ട് ആയി, പക്ഷേ നമ്മുടെ TV-യിൽ പെട്ടെന്ന് കണക്ട് ആയിട്ടില്ല. കുറച്ചുകൂടി ബെറ്റർ കണക്ടിവിറ്റിയും ബെറ്റർ എന്താ പറയുക ഡിസൈനും കുറച്ചുകൂടി നല്ലൊരു സൗണ്ട് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോവ നിങ്ങൾക്ക് എടുക്കാം. ഗോസ് അറൗണ്ട് 990 എന്ന് പറഞ്ഞ മോഡൽ നിങ്ങൾക്ക് എടുക്കാം. വെർത്താണ്. ഈ രണ്ട് സ്പീക്കേഴ്സും 14,000 രൂപയ്ക്കുള്ള ബെസ്റ്റ് സംഭവമാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഗോവൻ്റെയാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് അത്യാവശ്യം നല്ല സ്പീക്കേഴ്സൊക്കെയാണ്. പക്ഷേ നല്ല കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, പെട്ടെന്ന് കണക്ട് ആവാനായിട്ടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള കുറച്ചുകൂടി ബാസ് ബൂസ്റ്റ് കിട്ടണമെങ്കിൽ ഗോവൻ്റെ ഗോസ് അറൗണ്ട് 990 എന്ന് പറഞ്ഞാൽ മോഡൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. സോ നമ്മുടെ വീഡിയോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ഇത്രയ്ക്കുള്ളൂ. നിങ്ങളിപ്പോൾ കമൻറ്റിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സെബ്രോണിക്സിനെ ഞാൻ തിരിച്ചയക്കാൻ പോകട്ടെ. സോ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോളൂ.